നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. നിർദ്ദിഷ്ട ചക്കരക്കൽ ടൗൺ വികസന സർവേയുടെ ഭാഗമായി റവന്യൂ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, വ്യാപാരികൾ, ഭൂവുടമകൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ ചേർന്ന് ചക്കരക്കൽ ഗോകുലം ഓഡിറ്റോറിയത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. നിലവിൽ ടൗണിലെ റോഡുകൾ വികസിപ്പിക്കുമ്പോൾ വ്യാപാരികൾക്കുണ്ടാകുന്ന വലിയ നഷ്ടം സംബന്ധിച്ച് വ്യാപാരി പ്രതിനിധികൾ അവരുടെ ആശങ്കകൾ അധികൃതരെ അറിയിച്ചു. വികസനം അനിവാര്യമാണെന്നിരിക്കെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഭാഗികമായും നഷ്ടപ്പെടുന്നവർക്ക് എന്ത് ബദൽ സംവിധാനമാണ് ഒരുക്കുക, വ്യാപാര സ്ഥാപനങ്ങളെ എങ്ങനെ പുനരധിവസിപ്പിക്കും തുടങ്ങിയ നിരവധി കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. വികസനം അത്യാവശ്യമാണെങ്കിലും നഷ്ടങ്ങളുടെ ആഘാതം പറ്റാവുന്ന രീതിയിൽ കുറച്ചു കൊണ്ടുവരണമെന്നും വ്യാപാര സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നവർക്ക് തക്കതായ നഷ്ടപരിഹാരം ലഭിക്കുന്ന തരത്തിൽ സ്പെഷ്യൽ പാക്കേജ് നടപ്പിലാക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. ഓരോ ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ വ്യാപാരികളെയും ബന്ധപ്പെട്ടവരെയും കൃത്യമായി അറിയിക്കുവാനും വ്യാപാരികൾക്കും സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്കും സുരക്ഷിതത്വമേകുന്ന മെച്ചപ്പെട്ട സാമ്പത്തിക പാക്കേജുകൾ നടപ്പിലാക്കണമെന്ന് വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. അതേസമയം നഷ്ടങ്ങൾ എത്രയെന്ന് കൃത്യമായി കണക്കാക്കണമെങ്കിൽ സാമൂഹികാഘാത പഠനം നടത്തണം. അതിന് ആവശ്യമായ രീതിയിൽ കല്ലിടൽ പൂർത്തിയാക്കണമെന്നും വ്യാപാരികൾ ഇതുമായി സഹകരിക്കണമെന്നും കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇത് ഇന്നറിയാം, എല്ലാ മെയിൻ പ്രോജക്റ്റുകളും കിഫ്ബി സ്റ്റാൻഡേർഡിലാണ് അവർ ചെയ്യുന്നത്. അവർക്ക് ഇപ്പോൾ ഫണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫണ്ട് കോമ്പൻസേഷനൊക്കെ നമ്മുടെ ഈ എഫക്റ്റഡ് ആൾക്കാർക്ക് കൊടുക്കണമെങ്കിൽ കിഫ്ബി പോലുള്ള ഏജൻസികൾ വന്നോ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കിഫ്ബി പോലെയുള്ള ഏജൻസികൾക്ക് ഒരു സാങ്കേതികത്വം വളരെയധികം നോക്കുന്ന ആൾക്കാരാണ്. അപ്പം അലൈൻമെൻറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാനുവലായിട്ടുള്ള ചേഞ്ചസ് ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. അവർ ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, ഇങ്ങനെയുള്ള കുറച്ച് നിബന്ധനകളുണ്ട്. അത് നമുക്ക് ആയിട്ട് മാറ്റാൻ പറ്റുന്നതല്ല. പക്ഷെ അത് ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അലൈൻമെന്റ് ഫിക്സ് ചെയ്തത്. അതുകൊണ്ട് ചില സമയത്ത് ഈ വളമൊക്കെ നിർത്താൻ വേണ്ടി കുറച്ച് സൈഡിലേക്കൊക്കെ കൂടി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നതാണ് നിങ്ങൾ ഈ പറയുന്ന ചില ഭാഗത്തേക്ക് കൂടിയിരിക്കുന്നത്. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള അധ്യക്ഷത വഹിച്ചു. ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ, അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം സി സജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രൻ കല്ലാട്ട്, വി കെ സുരേഷ് ബാബു, ചക്കരക്കല്ല് പോലീസ് ഇൻസ്പെക്ടർ എം പി ആസാദ്, കേരള റോഡ് ഫണ്ട് ബോർഡ് എഞ്ചിനീയർമാരായ സുനിൽ കൊയിലേരി, സി സുജിത്ത്, കിഫ്ബി ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ രാജീവൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറി കെ പി നസീർ, കെ പ്രദീപൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് പി വിജയൻ, സി വി ശശീന്ദ്രൻ, എ കെ സുരേന്ദ്രൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.